സൂര്യ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ റൊമാന്റിക് സിനിമയാണ് റെട്രോ. സൂര്യയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, ജോജു ജോർജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന റെട്രോ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. 2025 മെയ് മാസം 1-ാം തീയതി റെട്രോ തിയേറ്ററുകളിലേക്ക് എത്തും. തെലുങ്കിൽ നിന്നും ഇനി വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് രാംചരൺ നായകനായിട്ട് എത്തുന്ന ഗെയിം ചേഞ്ചർ. ഈ വരുന്ന ജനുവരി 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഗെയിം ചേഞ്ചറിന്റെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗ് ഇന്നു മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് കഥയൊരുക്കി ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ശങ്കറാണ്. ഏകദേശം 500 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഗെയിം ചേഞ്ചറിൽ രാംചരണിനെ കൂടാതെ കിയാര അഡ്വാനി, ജയറാം, സുനിൽ, സമുദ്രക്കനി, എസ്.ജെ. സൂര്യ എന്നിവരും താരങ്ങളായിട്ടെത്തും. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വരുന്ന ജനുവരി 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തുടരും എന്ന സിനിമയുടെ ടീസർ ഈ ആഴ്ച അവസാനത്തോടുകൂടി റിലീസ് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിയാൻ വിക്രത്തെ നായകനാക്കി അരുൺകുമാർ സംവിധാനം ചെയ്ത വീരധീര സൂരന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഈ വരുന്ന ജനുവരി 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ചിയാനെ കൂടാതെ സുരാജ് വഞ്ഞാറമൂട്, സിദ്ദിഖ്, തുഷാര വിജയൻ, എസ്.ജെ. സൂര്യ എന്നിവരും വീരധീര സൂരനിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന കൂലി എന്ന ചിത്രം വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രജനിക്കൊപ്പം നാഗാർജുന, സൗബിൻ ഷാഹിർ, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കൂലി നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. ദുൽഖർ സൽമാൻ നായകനായി വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ തെലുങ്കു സിനിമയാണ് ആകാശമലു ഒക്കത്താര. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഫെബ്രുവരി 5-ാം തീയതി മുതൽ ഹൈദരാബാദിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദുൽഖറിനൊപ്പം സായി പല്ലവി നായിക വേഷം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പവൻ സരിനേനിയും മ്യൂസിക് ഒരുക്കുന്നത് ജി.വി. പ്രകാശുമാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പം വിനോദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ മൂവിയാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഇപ്പോൾ ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 28 മിനിറ്റുമാണ്. ഈ വരുന്ന ജനുവരി 16-ാം തീയതി പ്രാവിൻകൂട് ഷാപ്പ് തിയേറ്ററുകളിലേക്ക് എത്തും. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിന് ഒരുങ്ങുന്നു. നിലവിൽ ട്രെയിലർ കട്ട് റെഡിയായെന്നും സെൻസറിംഗിന് ശേഷം വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ മൂവി ടീം പുറത്തുവിടുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഫെബ്രുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ ഈ ദിലീപ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ദിലീപിനൊപ്പം സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. മഹേഷ് നാരായണൻ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കുന്നത് അൻവർ റഷീദ് ചിത്രത്തിലായിരിക്കുമെന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2022-ൽ ചർച്ചകൾ ആരംഭിച്ച ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആയെന്നും മമ്മൂട്ടിയെ കണ്ട് തുടർന്നുള്ള ചർച്ചകൾ നടത്തിയ ശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. RJ മുരുകനാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. യഷ് നായകനായി ഇനി വരാനിരിക്കുന്ന സിനിമയാണ് ടോക്സിക്. സോ ഇന്ന് യഷിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായി ടോക്സിക് സിനിമയുടെ സ്നേക് പീക്ക് വീഡിയോ പുറത്തു വന്നിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നൽകണ്ടേ എന്ന തീരുമാനത്തിൽ മേക്ക് ചെയ്ത വീഡിയോ പോലെ. ഗീതു മോഹൻദാസ് ആണ് ടോക്സിക് സംവിധാനം ചെയ്യുന്നത്. മമ്മൂട്ടി നായകനായിട്ടെത്തിയ കസബ മൂവിയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ വാദോരാതെ സംസാരിച്ച ഗീതു മോഹൻദാസ് എന്തായാലും ടോക്സിക് വീഡിയോയിൽ വല്ലാത്തൊരു പണ്ണലാണ് പണി വെച്ചിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായിട്ടെത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷകൾ ഒന്നും തന്നെ ട്രെയിലർ സമ്മാനിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ഡീസന്റ് ട്രെയിലർ കണ്ട അനുഭവമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ട്രെയിലറിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് സിംഗ് സൗണ്ടിലാണ്. അതത്ര നല്ലതായി തോന്നിയുമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഈ വരുന്ന ജനുവരി 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ദളപതി 69 എന്ന ചിത്രത്തിൽ TJ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ദളപതി 69ന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഈ വരുന്ന പൊങ്കൽ ദിനത്തിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ നിലവിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ടൈറ്റിൽ പേട്ടൈക്കാരൻ എന്നായിരിക്കുമെന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൂര്യ ഒരു അഡ്വക്കേറ്റിന്റെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ തൃഷയാണ് നായിക വേഷം കൈകാര്യം ചെയ്യുക. ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി. പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രം എന്ന മൂവി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതുവരെ സിനിമയ്ക്ക് 1.5 കോടി രൂപയോളമാണ് ലോകമെമ്പാട് നിന്നും പ്രീസെയിൽ കളക്ഷനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന രേഖാചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 19 മിനിറ്റുമാണ്. കേരളത്തിൽ രേഖാചിത്രത്തിന്റെ ആദ്യ പ്രദർശനം രാവിലെ 9:30 മുതൽ ആരംഭിക്കും. രേഖാചിത്രം കണ്ട ശേഷം സിനിമയുടെ റിവ്യൂ നമ്മളും പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക.